പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു 7 സീറ്റ് വരെ UDF-ന് കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. കാഞ്ഞിരപ്പള്ളിയും അതുപോലെ തന്നെ വൈക്കവും ഏതെങ്കിലും സാഹചര്യത്തിൽ LDF നിലനിർത്തി വയ്ക്കാം. പക്ഷേ ബാക്കി 7 മണ്ഡലങ്ങളിലും UDF പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പൂഞ്ഞാറിൽ വലിയ മത്സരം നടക്കുന്നു. എരുമേലി, മുണ്ടക്കയം ഉൾപ്പെടെയുള്ള UDF-ന് ശക്തി കേന്ദ്രങ്ങൾ ഇനി എണ്ണാനുള്ള സമയത്താണ്. നിലവിൽ ഇപ്പോൾ 1000 വോട്ടിന് താഴെ മാത്രമാണ് LDF-ന്റെ ലീഡ് എന്ന് പറയുന്നത്. അവർ ഇപ്പോൾ തന്നെ ഒരു 4000 വോട്ടിന് ലീഡ് ചെയ്യും. അതായത് 3 റൗണ്ട് കഴിയുമ്പോൾ 4000 വോട്ടിന് ലീഡ് ചെയ്യുമെന്ന് LDF പ്രതീക്ഷിച്ച സ്ഥലത്താണ്. നിലവിൽ ഇപ്പോൾ 1000-ൽ താഴെ മാത്രമാണ് ലീഡ് എന്ന് പറയുന്നത്. MS അരുൺകുമാർ എന്ന MLA കുറിച്ച് നമ്മൾ പറഞ്ഞു. എല്ലാ മാധ്യമ സർവേകളിലും നമ്പർ 1 റാങ്കിംഗ് ഇപ്പൊ നോക്ക് 820 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ്. അല്ല, നേരത്തെ അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ കോൺഗ്രസ് ആയിരുന്നു ലീഡ് ചെയ്തത്. ആ ലീഡ് തിരിച്ചു പിടിച്ചതാണ്. നോക്കൂ, RSPയുടെ കാര്യം. RSP എപ്പോഴും സംപൂജ്യരായ പ്രകടനമാണല്ലോ. ഒരു ആളെപ്പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത RSP തുടർച്ചയായി ഷിബു ബേജൻ 2 ടൈം തോറ്റ സാരിയും. പക്ഷേ RSP കൊല്ലത്ത് 3 സീറ്റ് ലീഡ് ചെയ്യണം. ചവറയിൽ 6805 വോട്ടുകൾക്ക് 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ചവറയിൽ 6805 വോട്ടുകൾക്ക് ഷിബു ബേബി ജോൺ 2 പരാജയത്തിന് ശേഷം 3ാമത്തെ മത്സരത്തിൽ ലീഡ് ചെയ്യുകയാണ്. കുന്നത്തൂരിൽ ഉല്ലാസ് കോവർ ലീഡ് ചെയ്യുന്നു. അതും അല്പം മെച്ചപ്പെട്ട ലീഡാണ്. 2846 വോട്ടുകൾക്ക് ഉല്ലാസ് കോവർ 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ലീഡ് ചെയ്യുന്നു. ഇരവിപുരത്ത് വിഷ്ണു മോഹൻ 1898 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇരവിപുരത്ത് വിഷ്ണുമോഹൻ 1898 വോട്ടുകൾക്ക് 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ലീഡ് ചെയ്യുന്നു. അപ്പോൾ RSP മെച്ചപ്പെടുന്നുണ്ട്. കൊല്ലത്ത് UDF-ന് അനുകൂലമായൊരു വികാരം പല മണ്ഡലങ്ങളുമുണ്ട്. കൊല്ലത്ത് കുറെ കൂടി നേട്ടമുണ്ടാക്കും എന്ന സൂചനയാണ്. തിരുവല്ലയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാനുണ്ട്. തിരുവല്ലയിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ അനൂപ് ആന്റണി BJP സ്ഥാനാർത്ഥിയാണ്. 37 വോട്ടുകൾക്കാണെങ്കിലും BJP അവിടെ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തിരുവല്ല പോലൊരു മണ്ഡലത്തിൽ വലിയ സൂചനയാണ്. കയ്പമംഗലത്ത് UDF ലീഡ് ചെയ്യുന്നു. ഇത് അത്ഭുതകരമായ വാർത്തയാണ്.